ഞാൻ കേട്ടിട്ടുണ്ട് ദീപ എന്നൊരു അധ്യാപികയെ വളരെ സ്നേഹമാണ്, ഇഷ്ടമാണ്. എന്താണ് കാര്യം? സാർ, ഞാൻ ആക്ച്വലി 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു വേദിയിൽ കയറി ഒരു പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പെർഫോം ചെയ്തത്? മോണാക്ട്. അന്ന് ഞങ്ങള് കുട്ടികളെല്ലാരും ചേർന്നിട്ട് ഒരു തട്ടിക്കൂട്ട് നാടകം സ്വന്തമായിട്ട് എഴുതി സിനിമ പാട്ടൊക്കെ വെച്ചിട്ട് ഒപ്പന ഡാൻസ് ഒക്കെ കളിച്ചു. ടീച്ചർ കണ്ടിട്ടപ്പോ എന്തെങ്കിലും ഒക്കെ ഇത് കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എൻ്റെ അടുത്ത് വന്നിട്ട് മോണാക്ട് പഠിച്ചിട്ട് കലോത്സവത്തിൽ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് അറിയില്ല, എനിക്ക് ബൈ ഹാർട്ട് എനിക്ക് മോണാക്ട് എന്തെന്നേ അറിയില്ല. ടീച്ചർ അത്രയും എഫേർട്ട് എടുത്ത് മോണാക്ട് വേറൊരു സാറിനെ കൊണ്ട് എഴുതിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു. ഫുൾ ടൈം ക്ലാസ് കഴിഞ്ഞിട്ട് ടീച്ചർ 4 മണിക്ക് ഞങ്ങൾക്ക് ക്ലാസ് കഴിയും, അത് കഴിഞ്ഞ് ടീച്ചർ വെയിറ്റ് ചെയ്ത് എന്നെ അത് ഫുള്ള് പഠിപ്പിച്ചു. അപ്പോൾ എനിക്കൊരു ചേച്ചിയാണ്, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല, എൻ്റെ ഒപ്പം കലോത്സവങ്ങൾക്കൊന്നും യൂത്ത് ഫെസ്റ്റിവലിനൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ടീച്ചറാണ് എൻ്റെ എല്ലാ വേദികളിലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്, എൻ്റെ കഥാപ്രസംഗം പഠിപ്പിച്ചു. എൻ്റെ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് അവളെ ഡാൻസ് വിടണം, അവളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ബേസിക്കലി അങ്ങനെ ഭരതനാട്യം കുച്ചിപ്പുടി ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും ആ സമയത്ത് ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, അതൊക്കെ ടീച്ചറിന്റെ എഫേർട്ട് എടുത്താണ്. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു കലാകാരിയാണെന്ന് തിരിച്ചറിഞ്ഞതും എന്നെ പ്രോത്സാഹിപ്പിച്ചതും ദീപ ടീച്ചറാണ്. ആദ്യമായിട്ട് അവതരിപ്പിച്ച ആ മോണോ ആക്ട് ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ്. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന മോണാക്ട് അടുത്തിടെ നടന്നതും TV പത്ര മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയതുമായ ഒരു സംഭവമാണ്. അതെന്താണെന്ന് ഈ വേദിയിലൂടെ നമുക്ക് കണ്ടറിയാം. അയ്യോ, എന്റെ കുഞ്ഞിന്റെ സ്വർണ്ണ കൊലുസ് കാണുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് എടുത്തു തരണേ. എന്റെ കുഞ്ഞിന്റെ സ്വർണ്ണ കൊലുസ് മക്കൾ തരേണ്ട, അമ്മ എടുത്തു തരാട്ടോ. അയ്യോ, ആരെങ്കിലും ഓടി പറഞ്ഞേ, എന്റെ കുഞ്ഞിന്റെ സ്വർണ്ണ കൊലുസ് കാണുന്നില്ലേ? അയ്യോ, എന്താ എന്ത് പറ്റി? എന്റെ പൊന്നാങ്ങളെ, എന്റെ കുഞ്ഞിന്റെ സ്വർണ്ണ കൊലുസ് കാണുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇപ്പൊ ഇതുവഴി 2 തമിഴത്തികൾ പോകുന്നത് കണ്ടു. അവറ്റകൾ തന്നെയാവും മോഷ്ടിച്ചത്. ഞാനും കണ്ടു. അതിലൊരുത്തി ഗർഭിണിയായിരുന്നു, ഒരു കുട്ടി പിശാചും ഉണ്ട്. എന്നാ നമുക്ക് പോവാം, അവച്ചകൾ തന്നെയാവും മോഷ്ടിച്ചത്. അതാ പോകുന്നു, പിടിക്കവളെ. നിൽക്കടി അവിടെ. എവിടെയാ സ്വർണ്ണ കൊലുസുകൾ? ഞാൻ പാക്കവേ ഇല്ലേ. കൊള്ളം പറയുന്നോ? സത്യം പറയടി, എവിടെയാ സ്വർണ്ണ കൊലുസുകൾ? നിജമാറേ സൊല്ലേ, ഞാൻ இந்த കുയിന്തേ പാക്കവേ ഇല്ലേ, പിന്നെ എപ്പോഴും തപ്പിക്കാൻ മുടിയും? കൊള്ളം പറയുന്നു. ഓർമ്മയില്ല, മറന്നുപോയി, കുറേ ഉണ്ട്. ആ ടീച്ചറിനൊരു വലിയ കൈയടി കൊടുക്കും. സൂപ്പറായിട്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരിക്കും ഈ ദേഷ്യപ്പെടാറുണ്ടോ ഹസ്ബൻഡ് അടുത്ത്? ഞാനല്ലേ? ഉണ്ട്. അദ്ദേഹം ഇങ്ങോട്ടോ? ഉണ്ട്. എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്, ഈ ദേഷ്യം വരുന്ന കാര്യം? അങ്ങനെ ഇന്നതൊന്നുമില്ല ഞങ്ങക്ക്. എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തത് വരുമ്പോ. എന്നാലും ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം. എന്റെ സ്വഭാവം എന്താന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോ ഞാൻ ഈ എല്ലാം അടുക്കി പറക്കി വെക്കുന്ന ഒരു സ്വഭാവം. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ആള് ഭയങ്കര നീറ്റാണ്, പക്ഷെ എനിക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ധൃതി പിടിച്ച് ഇപ്പൊ കുക്കിങ്ങിന് ആൾ എന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യും, ഞാൻ ചെയ്യും, ആളും ചെയ്യും. അപ്പോ ഞാന് 1 മണിക്കൂർ കൊണ്ട് ഒരു 3 കറികളോ അല്ലെങ്കിൽ 3 ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കൂന്ന് വെച്ചോ, ആള് 4 മണിക്കൂർ എടുക്കും ഒരെണ്ണം ചെയ്യാൻ. പക്ഷെ അത് കുറച്ച് കഴിക്കാൻ വൃത്തിയാണ്. 1 മണിക്കൂർ കൊണ്ട് 4-5 എണ്ണം ചെയ്യുന്നത് അയ്യോ, മറ്റേ സുഖമായിട്ട് കഴിക്കാം, ഒന്നെങ്കിലും മതി. അല്ല സാർ, ചോദിച്ചോക്ക്. ശരി, ഓക്കെ. എന്നിട്ട് അപ്പോ ആള് എല്ലാം ഇങ്ങനെ നീറ്റായിട്ട് എടുത്ത് വെക്കുമല്ലോ. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ ചെയ്യുമ്പോ കുറച്ച് ഇതായിട്ട് കിടക്കും. അപ്പൊ അതിനൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. എനിക്കേ ഉള്ളൂ, തൽക്കാലം അതേ ഉള്ളൂ, 4 മാസത്തേക്ക് അതേ ഉള്ളൂ. കിടക്കല്ലേ. ഈ കലോത്സവ വേദികളിലെ അനുഭവങ്ങൾ എന്താണ്? അയ്യോ, ഭയങ്കര. സാർ ഈ പറഞ്ഞല്ലോ, നമ്മളെ ഈ ഫസ്റ്റ് എല്ലാം പഠിപ്പിച്ച് എനിക്ക് പെട്ടെന്ന് മറന്നു പോകും. ഞാൻ പഠിപ്പിച്ചെല്ലാം പോവും. അപ്പൊ എല്ലാരും ഇരിക്കുമ്പോ ഈ അത്ര നേരം വരെ ഒരു കുഴപ്പമില്ല. ചെസ് നമ്പർ തന്നു കഴിയുമ്പോ സത്യമായിട്ട് കാലൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് വെള്ളം ദാഹിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാ. അപ്പൊ ടീച്ചർ ഇത്ര നേരം പോയില്ലേ, ഇനി പറ്റില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാ. പക്ഷെ എല്ലാ സ്ഥലത്തും പോയി നമ്മളെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ A ഗ്രേഡോ അല്ലെങ്കിൽ ഫസ്റ്റോ എന്ന് നമ്മുടെ പേരെടുത്ത് പറയുമ്പോ അതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ അസംബ്ലിക്ക് നിൽക്കുമ്പം അസംബ്ലിയിലായിരിക്കും നമുക്ക് ഇത് തരുന്നത്, സമ്മാനം തരുന്നത്. അപ്പൊ സ്കൂളിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് അസംബ്ലിയിൽ എൻ്റെ ഒഫീഷ്യൽ നെയിം അതുല്യ എന്നാണ് സ്കൂളിൽ. അപ്പോൾ ഫസ്റ്റ് അല്ലെ കഥാപ്രസംഗത്തിന് ഫസ്റ്റ് നേടിയ അതുല്യക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോൾ എല്ലാവരുടെയും ഇടയിലൂടെ ഇങ്ങനെ ഓടി നടന്നു പോയി ആ ട്രോഫി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാല് എന്റെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ ട്രോഫിയും എല്ലാ മെഡലും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതൊരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട്. ഡയറക്ടർ അല്ലേ? അതെ. അല്ലേ? സിനിമ വല്ലതും ഉണ്ടോ, തുടങ്ങുന്നുണ്ടോ?
ആളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു മൂവി ചെയ്യണം എന്നാണ്. അത് ഞാൻ വയസ്സാവില്ലേ സാർ? ഞാൻ പറയാം എനിക്ക് അല്ല, ഞാൻ വേറൊരു ചോദ്യം, അത് ഞാൻ ആൽബിയുടെ അടുത്തും വരുമ്പോൾ ചോദിക്കും. ആ പ്രസ്തുത സിനിമയിൽ അപ്സരെ അഭിനയിപ്പിക്കൂ? ഇല്ലെങ്കിൽ അറിയാം. ഓ അതാണ്ടാ പോലീസ് വന്നു. അയ്യോ ഞാനില്ലേ, ഞാൻ വിട്ട്. എന്തായാലും അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഓക്കെ.